നിങ്ങൾക്ക് 3000 വോട്ടിന് കിട്ടുന്നല്ലേ പറഞ്ഞില്ലേ? ഇപ്പൊ 40% ഇപ്പൊ 10,000 വോട്ട് കിട്ടിയില്ലേ? അങ്ങനെ കിട്ടിയത് അത് തന്നെയാണ് കേരളം. നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു. കേരളത്തിൽ ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവൻ കുഴി പോയി ചാടും. അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം നിർത്തണോ? അംഗീകരിക്കണം. വോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പൊ അംഗീകരിക്കണം. അറിയില്ല. തെളിഞ്ഞോ? അത് സമ്മതിച്ചോ? എന്നാ പിന്നെ നമുക്ക് നിർത്താം. അതല്ല വിഷയം. അല്ല, അത് ആരുമായിട്ടും നിങ്ങളുമായിട്ടും ചർച്ച നടത്തും, ഇവിടുത്തെ സാധാരണക്കാരനായിട്ട് ചർച്ച നടത്തും, ഈ പറയുന്ന ആരുമായിട്ടും ചർച്ച നടത്തും. ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ വരുന്ന ആരുമായിട്ടും ചർച്ച നടത്തും. പിണറായിസമാണ് ഈ നാട്ടിന്റെ നാശം. ആ കുടുംബാധിപത്യമാണ് ഈ നാടിന്റെ നാശം. ആ പാർട്ടിയുടെ നാശം മരുമനീസാണ്. സഖാക്കളാണല്ലോ വോട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാലോ. അതിനെതിരെ ആര് വരുന്ന അവരായിട്ട് പോകും. എന്തും ഞാൻ സറണ്ടർ ചെയ്യും. അതിപ്പോ ഞാൻ 2 മണിക്കൂറല്ല മാഷെ, എന്താ മതിയത് ഞാൻ തിരക്കാക്കുന്നത്. അത് കൃത്യമായിട്ട് അറിയാലോ. ഇപ്പൊ നമ്മളത് പ്രെഡിക്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കല്ലേ. അല്ല, അതൊക്കെ ആരെങ്കിലൊക്കെ വിളിക്കും. എന്തൊരു താല്പര്യം എന്നറിയാം നമ്മളെ അത്ര സ്നേഹമുള്ള. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാന്ന്. ഞാൻ എപ്പോഴും കൂടെ പറയില്ല, ഞാനൊരു തിരക്കില്ലാത്ത ആളാണ്, ഞാൻ മോഹങ്ങളില്ലാത്ത ആളാണ്. മനസ്സിലായോ? PV അൻവറിന്റെ രാഷ്ട്രീയം എന്താകും, തോറ്റു കഴിഞ്ഞാൽ 5000 വോട്ട് കിട്ടും, അതൊക്കെ പറഞ്ഞിരുന്നേ. PV അൻവറിന് ചുക്കില്ല. മനസ്സിലായില്ലേ? PV അൻവർ നാളെ MLA ആണ്, മന്ത്രിയാണെന്ന് നടക്കില്ല. ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞാൻ തുടരും. അതിനെനിക്ക് ഈ MLA മന്ത്രി ആവേണ്ട കാര്യമില്ല. ഈ പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തന അതുമായി മുന്നോട്ട് പോകും. അത് തടയാൻ ഒരു പിണറായിക്കും ഒരു സുജായ്ക്കും കഴിയില്ല. അത്രേ കാര്യത്തിൽ പറയാനുള്ളൂ.